ജൂലൈ 4, 5, 6 ദിവസങ്ങൾ കുറച്ച് നക്ഷത്ര ജാതകർക്ക് വളരെ നിർണായകമായ ദിവസമാണ്. എന്തും സംഭവിക്കാം. എന്തും സംഭവിക്കാം എന്ന് പറയുമ്പോൾ ഭയപ്പെടേണ്ടതില്ല. ഈ നക്ഷത്ര ജാതകർക്ക് കൂടുതൽ ഭാഗ്യ അനുഭവങ്ങൾ ലഭിക്കുന്ന ദിവസങ്ങളാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയുള്ള പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം, മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച്. യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ നേടുന്ന 3 ദിവസങ്ങളാണ് ഇവർക്ക് വരുന്നത്. ശുഭപ്രതീക്ഷയോടുകൂടി പോകുന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ നടന്നു കിട്ടുന്നത് സന്തോഷം ഉളവാക്കാൻ സാധ്യതയുണ്ട്. ചിലവുകളൊക്കെ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ ഇവർക്ക് സാധിക്കും. ഇടത്തരം കോൺട്രാക്ട് ജോലികൾ ചെയ്യുന്നവർക്കോ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്കോ ഒക്കെ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. പല പ്രകാരത്തിലും ഭാഗ്യ അനുഭവങ്ങൾ ജീവിതത്തിലൂടെ കടന്നു പോകും. രോഗാരിഷ്ഠിതകൾക്കൊരു അറുതി വരും. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറും. ചില പാവപ്രവൃത്തികൾ അറിയാതെ ചെയ്യേണ്ടതായിട്ട് വരും. അതിന് രഹസ്യമായി കൂട്ടുനിൽക്കാൻ ഉള്ള സാഹചര്യമാണ് വരുന്നത്. ബന്ധുജനങ്ങളുമായിട്ട് യോജിച്ച് പോകാൻ സാധിക്കും. പല വിധത്തിലുള്ള അറിവുകൾ ലഭിക്കാൻ ഇടയാകും. ഉപാസനകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. തൊഴിൽ രംഗം മെച്ചപ്പെടും. ഉൽപ്പന്നങ്ങൾ നല്ല വിലയ്ക്ക് വിറ്റുപോകും. ത്വക്കിനെ സംബന്ധിച്ച അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ചെയ്യണം. ദോഷനിവൃത്തിക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ കദളിപ്പഴ നിവേദ്യം നടത്തി സർപ്പസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെക്കുറിച്ച് നോക്കാം. പ്രാർത്ഥനകൾക്കെല്ലാം ഫലം ലഭിച്ചു തുടങ്ങുന്ന ദിവസങ്ങളാണ്. കർണരോഗം, ഉദരരോഗം ഇവ ശ്രദ്ധിക്കണം. മനസ്വസ്ഥത വർദ്ധിക്കും. ധനലാഭങ്ങൾ ഉണ്ടാകും. സുഖ അനുഭവങ്ങൾ ലഭിക്കും. നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി നേടാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ വാങ്ങാൻ സാധിക്കും. ചില പ്രവൃത്തികളിൽ ബുദ്ധി കൂടുതലായി പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. നല്ല നല്ല സന്തോഷ അനുഭവങ്ങളിൽ പങ്കെടുക്കാനും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും കാണാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് നാളായി കാത്തിരിക്കുന്ന വിദേശത്ത് തൊഴിൽ ചെയ്യുന്ന ബന്ധുക്കൾ ഭവനത്തിലേക്ക് വരാനും സാധ്യതകൾ കാണുന്നു. ജലത്തിലൂടെയുള്ള യാത്രകൾ വളരെ ആഘോഷകരമാക്കാൻ സാധിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കും. കുടുംബജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. തൊഴിൽ സ്ഥലത്ത് അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദോഷനിവൃത്തിക്ക് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി മിഥുനക്കൂറിൽ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. എല്ലാ ചിലവുകളും പ്രതീക്ഷയ്ക്കൊത്ത് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. വീട്ടിൽ സ്വസ്ഥമായ അന്തരീക്ഷം സംജാതമാകും. മറ്റുള്ളവരെ അപവാദം പറയാതെ ശ്രദ്ധിക്കണം. കലഹവാസന കുറഞ്ഞു തുടങ്ങും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികം ഇടപെടരുത്. സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട്. പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഫലം ലഭിക്കും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ചില ബന്ധുക്കളുമായിട്ടുള്ള കലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കും. വിവാഹ ആലോചനകൾ ഉണ്ടാകുമെങ്കിലും ചില ബന്ധുക്കളുമായിട്ട് കലഹിക്കേണ്ടതായിട്ട് വരും. വിവാഹ ആലോചന ഉറപ്പിക്കാനാകാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ കൂടുതൽ ലഭിക്കും. പുതിയ ഗൃഹനിർമ്മാണം നടത്താൻ നല്ല സമയമാണ്.
തൊഴിൽ രംഗവും മെച്ചപ്പെടും. അവിടെ കലഹങ്ങൾക്കും അഗ്നിബാധയ്ക്കും സാധ്യതകൾ കൂടുതലാണ്. ചില പേപ്പർ റെക്കോർഡുകൾ നശിക്കാൻ ഇടയുള്ളതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ വേണം. ദോഷനിവർത്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കർക്കിടകക്കൂറിൽ പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പ്രാർത്ഥനകൾക്ക് ഫലം ഇരട്ടിയായിട്ട് ലഭിച്ചു തുടങ്ങും. മനസ്സിൽ ആഗ്രഹിച്ചു കഴിയുന്ന ചില സംഭവങ്ങൾ ജീവിതത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. ഉപാസനകൾക്ക് ഭംഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്പമായ ചില കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. വാദബന്ധിയായ അസുഖങ്ങൾ കൂടാതെ ശ്രദ്ധിക്കുക. ചില സ്ഥാനമാനങ്ങൾ ലഭിക്കും. കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. അപമാനം ഏൽക്കേണ്ട സാഹചര്യത്തിൽ നിന്നും മോചനം ലഭിക്കും. മരണതുല്യമായ ചില അവസ്ഥകൾ അതിജീവിക്കും. നേതൃഗുണം കൊണ്ട് പേരും പ്രശസ്തിയും നേടാൻ സാധിക്കും. അക്ഷമ കൂടുതലാകാൻ സാധ്യതയുണ്ട്. പിതാവുമായോ പിതൃതുല്യവരുമായിട്ടോ കലഹിക്കാതെ ശ്രദ്ധിക്കുക. എല്ലാത്തിനെയും എതിർത്ത് പറയാനുള്ള വാസന കുറഞ്ഞു തുടങ്ങും. ശൂരത വർദ്ധിക്കും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ദുർജനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെടേണ്ടതായിട്ട് വരും. ദോഷനിവൃത്തിക്ക് ശാസ്താവിന് എള്ളുപായസം, ശിവന് മൃത്യുഞ്ജയ മന്ത്രപുഷ്പാഞ്ജലി ഇവ നടത്തി പ്രാർത്ഥിക്കാൻ കർക്കിടകക്കൂറുകാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിജീവിക്കാൻ പുതിയ വഴികൾ തെളിയുന്ന 3 ദിവസങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. തൊഴിൽ രംഗം മെച്ചപ്പെടും. കമിതാക്കൾക്ക് വിവാഹ ആലോചനകൾ നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുടെ ഇടപെടൽ മൂലം വിവാഹത്തിൽ എത്തിച്ചേരാൻ സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരെ അഭിനന്ദിച്ച് സംസാരിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. സുഖകാര്യങ്ങളിൽ താൽപ്പര്യം കൂടുതലായിട്ട് വരും. നേത്രരോഗം, വ്രണങ്ങൾ ഇവ ശ്രദ്ധിക്കണം. അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് മോചനം ലഭിക്കും. ഭാവി കാര്യങ്ങൾ വളരെ വേഗത്തിൽ തീരുമാനം എടുക്കണം. ദൂരയാത്രകൾ പ്രതീക്ഷിച്ച് കഴിയുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വരും. കാര്യതടസ്സങ്ങൾ മാറിത്തുടങ്ങും. മനോദുഃഖത്തിന് കുറവ് വരും. ധർമ്മകാര്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുക. ചെയ്യുന്ന തൊഴിലിൽ വൈകല്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വിവാഹ ആലോചനകൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. ദോഷനിവൃത്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വാരൂഢ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ഭാഗ്യ അനുഭവങ്ങൾക്ക് നേരിട്ട് കൊണ്ടിരുന്ന എല്ലാ തടസ്സങ്ങൾക്കും മാറ്റം വരികയാണ് ഈ ദിവസങ്ങളിൽ. കമിതാക്കളുടെ വിവാഹകാര്യം സഫലമാകും. സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ മാറി കാര്യങ്ങൾ നടന്നു കിട്ടും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക പുഷ്ടി ഉണ്ടാകും. മക്കൾക്ക് സൗഖ്യം ഉണ്ടാകും. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. രോഗശാന്തി ഉണ്ടാകുമെങ്കിലും വാതരോഗം കൂടാൻ സാധ്യതകൾ കാണുന്നു. കലഹവാസന ഈ സമയത്ത് കുറവായിരിക്കും. മനസ്വസ്ഥത വർദ്ധിക്കും. അഭദ്യമായ ആഹാരങ്ങൾ, പുളിരസം ഇവ ഒഴിവാക്കണം. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറും. തൊഴിൽ രംഗം മെച്ചപ്പെടും. ഇഴജന്തുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. ദോഷനിവൃത്തിക്ക് ശിവങ്കൽ ത്രയംബക മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തുലാക്കൂറിലെ ചിത്തിര നക്ഷത്ര ജാതകർ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. ദൂരയാത്രകൾ വേണ്ടിവരും. ഇതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. ചിലവുകൾ നിയന്ത്രണങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും. പൂർവിക ധനത്തിന് നാശം വരാതെ ശ്രദ്ധിക്കണം. തെറ്റായ ചില കാര്യങ്ങൾ മറച്ചു വെക്കേണ്ടതായിട്ട് വരും. നേത്രരോഗം, ഉദരവ്യാധി, അർശോരോഗം ഇവ ശ്രദ്ധിക്കണം. വിഷത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. എല്ലായ്പ്പോഴും സന്തോഷ അനുഭവമായിരിക്കും. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും. കലഹഭയം മാറിക്കിട്ടും. സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. ചില കാര്യസാധ്യങ്ങളും ഉണ്ടാകും. പുതിയ വീടിനെ കുറിച്ചിട്ടുള്ള ആലോചനകൾക്ക് തുടക്കമിടാൻ നല്ല സമയമാണ്. വലിയ ദുഃഖ അനുഭവങ്ങളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം.
പുതിയൊരു ഭവന നിർമ്മാണത്തെക്കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങിവെക്കാൻ നല്ല സമയമാണ്. ബന്ധനാവസ്ഥയ്ക്ക് ഔഷധ ചികിത്സകൾ ആവശ്യമായിട്ട് വരും. കുടുംബത്തിൽ സ്ത്രീകൾ മൂലം ചില സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. ഇവർ ദോഷനിവൃത്തിക്ക് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.